ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z ട്രിക്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് സ്വാഗതം. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ESICയിൽ വിവിധ തസ്തികകളിലായിട്ട് 1934 ഒഴിവുകളുമായി പുതിയൊരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിലും ഒഴിവുകളുണ്ട്. അപ്പോൾ കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ റീജിയണൽ ഓഫീസുകളിലായിട്ടാണ് 1934 ഒഴിവുകളായിട്ട് സ്റ്റെനോഗ്രാഫർ, അപ്പർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഒഴിവുകൾ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്, എന്തെല്ലാം യോഗ്യതകളാണ്, ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സുകളും അതുപോലെ ന്യൂസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സർക്കാർ ജോലികളും അതുപോലെ പൊതുമേഖലാ സെൻട്രൽ ഗവൺമെൻറ് ജോലികളൊക്കെ നിങ്ങൾക്ക് യഥാസമയം തന്നെ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യുന്നതാണ്. അതുപോലെ വിശദമായ ക്ലാസ്സുകൾക്കൊക്കെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാം. ടെലഗ്രാമിൽ A to Z ട്രിക്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എക്സാമുകൾക്ക് വേണ്ടിയുള്ള PDF നോട്ട്സുകളും മറ്റൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ നോട്ടിഫിക്കേഷൻ എടുത്തിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ഏത് സംസ്ഥാനങ്ങളിലാണ് അപേക്ഷിക്കേണ്ടത് എന്നെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് www.esic.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിലെ ഒഴിവുകൾ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് മൊത്തം 3 ഒഴിവുകളും അതുപോലെ അപ്പർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന തസ്തികയിലേക്ക് 61 ഒഴിവുകളുമായി മൊത്തം 64 ഒഴിവുകളാണ് കേരളത്തിലുള്ളത്. ബാക്കിയുള്ള ഒഴിവുകൾ ഓരോ സംസ്ഥാനത്തിൻ്റെ റീജിയണൽ ഓഫീസുകളാണുള്ളത്. അപ്പോൾ നോക്കാം, നിങ്ങൾക്ക് താഴെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വെറും കേരള അതുപോലെ റെയിൽവേ എക്സാമൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് വരുന്ന ശമ്പളം എന്ന് പറയുന്നത് 25,500 മുതലാണ് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, മറ്റ് എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യാവുന്ന ക്വാളിഫിക്കേഷൻ സ്റ്റെനോഗ്രാഫർ എന്ന തസ്തികയിലേക്ക് +2 ഉണ്ടായിരിക്കുക, +2 പാസ്സായിരിക്കണം. അതുപോലെ തന്നെ 80 വേർഡ് പെർ മിനിറ്റിൽ സ്റ്റെനോഗ്രാഫി ഇംഗ്ലീഷിൽ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഹിന്ദിയിൽ. അതുപോലെ കമ്പ്യൂട്ടർ നോളജും അറിഞ്ഞിരിക്കണം. അപ്പോൾ വിശദമായ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ വരുന്നത് UDC ആണ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക് എന്ന തസ്തികയിലേക്ക് ഡിഗ്രി ഉണ്ടായിരിക്കുക, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഡാറ്റാബേസും ഓഫീസ് സ്യൂട്ടും വർക്ക് ചെയ്തിട്ടുള്ള പരിചയം ഉണ്ടായിരുന്നവർക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇതിലേക്ക് അപേക്ഷിക്കാവുന്ന ഏജ് ലിമിറ്റ് 18-27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 15/4/2019 അനുസരിച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത്. SC/STക്ക് 5ഉം OBCക്ക് 3 വയസ്സിൻ്റെയും മറ്റുള്ള എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെട്ടിരിക്കുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 15/4/2019 അവസാന തീയതി. അപ്പോൾ അതിനു മുമ്പ് തന്നെ അപേക്ഷിക്കുന്നവർ അപേക്ഷിക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും. SC/ST, PWD, ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എന്നിവർക്ക് 250 രൂപയും മറ്റുള്ള എല്ലാ കാറ്റഗറിയിലേക്കും 500 രൂപയുമായിരിക്കും ഫീസ് ഉണ്ടായിരിക്കുക. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ അപ്ലോഡിങ് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുക. താഴെ കൊടുത്തിട്ടുണ്ട് ഏതെല്ലാം സൈസിലാണ് നിങ്ങൾ കൊടുക്കേണ്ടതെന്നൊക്കെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നവർ അത് പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ എക്സാം ഉണ്ടായിരിക്കുക 2 ഘട്ടങ്ങളിലായിരിക്കും. ഒന്നാമത്തേത് മെയിൻ എക്സാം, രണ്ടാമത്തേത് കമ്പ്യൂട്ടർ സ്കില്ല് ടെസ്റ്റ് എന്ന് പറയുന്ന 2 എക്സാമുകളായിരിക്കും സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ അപ്പർ ഡിവിഷൻ ക്ലർക്ക് എന്ന തസ്തികയിലേക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, മെയിൻ എക്സാമും ഉണ്ടായിരിക്കും. അപ്പോൾ 2 എക്സാമുകളായിരിക്കും ഇതുണ്ടായിരിക്കുക. ഓരോന്നിനും 2 എക്സാം ഉണ്ടാകും. പിന്നെ കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും. ഒരു 3 എക്സാം ആയിരിക്കും. അപ്പർ UDCക്ക് ഉണ്ടായിരിക്കുക 3 ഘട്ടങ്ങളിലായിരിക്കും. ഒന്നാമത്തേത് പ്രിലിമിനറി, രണ്ടാമത്തെ മെയിൻ എക്സാം ഉണ്ടാവും, മൂന്നാമത്തെ കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന മൂന്നാമത്തെ
ടെസ്റ്റും ഉണ്ടായിരിക്കും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. www.esi.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതുപോലെ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.